ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോയുടെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്താൽ ഒന്ന് ജനറൽ സർവീസായിട്ട് ചെയ്യണം, പിന്നെ ഫുൾ ചെക്കപ്പായിട്ട് ചെയ്യാം. വാട്ടർ സർവീസ് ചെയ്യണേസ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണേസ് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് ലോക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, സീറ്റ് ലോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് ഉണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്യണേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ടയറിൻ്റെ ഫ്രണ്ട് ടയർ മാറ്റാനാണ് പറഞ്ഞത്. ചെക്കപ്പ് പറഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി ഹാൻഡിൽ നല്ല വെട്ടൽ കാണിക്കുന്നുണ്ട്, അത് ടയറുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻ്റ് ആണ്. പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ നല്ല ടൈറ്റാണ്. നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ആക്സിലേറ്റർ കേബിൾസ്. അതൊക്കെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്സുകൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. CVT ക്ലച്ചാണ്, നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്. ഗ്രീസിങ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചത്. ഓൾറെഡി നമുക്കത് ജനറൽ സർവീസിലുള്ളതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഭാഗം അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ ഇറങ്ങുന്ന യൂണിറ്റാണ്. നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല, പീസലായിട്ട് കാര്യങ്ങളൊക്കെ ആയാലും ഓക്കെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. സെൽഫ് അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ബെൻഡെക്സ് വേറെ കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ഓക്കെയാണ്. പിന്നെ അതിൻ്റെ ബെൽറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ, ഡാമേജ് ഒന്നുമില്ല, പുതിയ ബെൽറ്റാണ് കേട്ടോ. നിലവിൽ ബെൽറ്റൊക്കെ അത് തന്നെ മതി. ക്ലച്ച് യൂണിറ്റും അതിൻ്റെ പെർഫോമൻസും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, ക്ലച്ച് ഷോക്ക്. അപ്പോൾ ശരിക്കും നോർമലായിട്ടുള്ള വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല, തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, വർക്ക് ചെയ്യാനായിട്ട് ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ നോർമൽ വർക്കിംഗ് ആണ്. പിന്നെ ബാക്ക് ബ്രേക്ക് ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയതിനാലാണ് ബാക്ക് അഴിക്കാത്തത്. ഞാൻ അതിന് ശേഷം ഫ്രണ്ടിലെ ഭാഗം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കേണ്ട അത്യാവശ്യം കട്ടയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ടൈറ്റ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ കറക്റ്റ് അല്ല, അത് നോർമൽ ടൈറ്റും ഉണ്ട് തന്നെയല്ല. നമ്മളിപ്പോൾ വില പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നിൽക്കാത്തൊരു കണ്ടീഷനുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വേണമെങ്കിൽ കേട്ടോ. ഈ ചോക്കിൻ്റെ കേബിള് പറ്റില്ലെങ്കിൽ നമുക്ക് മാറ്റിയിട്ടാൽ മതി, കാരണം പിടിച്ച് വലിക്കുമ്പോൾ നിൽക്കണില്ല. ചില നേരത്തെ ടൈറ്റ് കാണിച്ചാൽ ഇപ്പോൾ പിടിച്ച് വലിച്ചിട്ട് നിൽക്കുന്നില്ല. നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. ആക്സിലേറ്റർ കേബിള് തിരിച്ചു കഴിഞ്ഞാൽ നല്ല ബലം പെട്ടിട്ടാണ് നിൽക്കുക. നമ്മൾ ഒരുപാട് ബലം പിടിച്ച് തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ശരിക്കും ആക്സിലേറ്റർ കേബിളുമായി അത് മാറ്റിയിടാനാണ് പറ്റുള്ളൂ, പുതിയ കേബിൾ ഇടാനാണ് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അഴിച്ച് മാറ്റിയിടണമാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. ഇനി ഇത് ഓടിച്ച് ശീലമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഓൾറെഡി നമ്മളത്ര ബലം പിടിച്ചിരുന്നത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാം. പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യണമെങ്കിൽ ഓപ്പണായിട്ടൊന്ന് കഴുകി പോയാൽ നല്ലതാണ്. ഇതേപോലെ തന്നെ ഓടി കയറിനേക്കാളും ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെയിൻ്റൊക്കെ ടച്ച് ചെയ്യാനായിട്ട് അത് വാഷിങ് കഴിയുമ്പോൾ ഉപകാരപ്പെടും. പിന്നെ അതേപോലെ സീറ്റ് ലോക്ക്, ക്യാച്ചർ യൂണിറ്റാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്താൽ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചാണ്. അതിൻ്റെ കണ്ടീഷനൊക്കെ എന്താ, ഈ കോളർ ബുഷൊക്കെ ചെറിയൊരു ലൂസ് തുടങ്ങിയിട്ടുണ്ട്. ലിങ്കിൻ്റെ ഈ സൈഡ് ആയാലും ലിങ്കിൻ്റെ ബുഷൊക്കെ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആ കോളർ മാത്രമായിട്ടൊന്നും മാറ്റിയിടാം. കാരണം ഞാൻ മറ്റേ പാട് മാറ്റുമ്പോൾ ഫുൾ സെറ്റായിട്ട് മാറ്റുമ്പോൾ പിച്ചള ബുഷ് വരാം. അപ്പോൾ അത്യാവശ്യം വില വന്ന സംഭവമാണ്. അപ്പോൾ തൽക്കാലം ആ കോളർ മാത്രം മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തിടാം. പിന്നെ വെട്ടൽ കാണിക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ടയറിൻ്റെ തേയ്മാനം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വലതുവശം നല്ല രീതിയിൽ തേയ്മാനം വന്നു പോയിട്ടുണ്ട്, ഈ സൈഡിലൊന്നും അത്രയും തേയ്മാനം ഇല്ല. പക്ഷേ നമുക്കിത് വേറെ തിരിച്ച് നിറയ്ക്കാൻ പറ്റുന്ന മോഡലല്ല, റൊട്ടേഷനുള്ള മോഡലാണ്. ആ ഒരു സൈഡിലേക്കാണ് ശരിക്കും വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് നമുക്ക് ടയർ മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് ആ വെട്ടലിൻ്റെ ദിവസം മാറുള്ളൂ. പിന്നെ ഈ ടയർ നമുക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ടയർ എടുത്തു വയ്ക്കാം. അതിനുശേഷം ബാക്കിലത്തെ ടയർ തീർന്നു കഴിയുമ്പോൾ ആ ടയർ രണ്ടും ഒരേ സൈസാണ്, ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും 10 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ബാക്ക് ടയർ തീർന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ടയർ ഇട്ടിട്ട് കുറേ കൂടി ഓടിച്ച് മാക്സിമം തീർന്നതിന് ശേഷം പുതിയ ടയർ ഇടാം. അങ്ങനെ യൂസ് ചെയ്താലും നമുക്ക് പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ ഈ വെട്ടൽ മാറണമെന്നുണ്ടെങ്കിൽ ടയർ ഇത് മാറ്റി പുതിയ ടയർ ഫ്രണ്ടിൽ ഇട്ടാലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ടയർ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇട്ടിട്ട് ബാക്കിലത്തെ ടയർ എന്തെങ്കിലും പെട്ടെന്ന് തീരണമല്ലോ, കുറച്ച് നാൾ ഉപയോഗിക്കാൻ കിട്ടും എന്തെങ്കിലും, അത് ഉപയോഗിച്ച് തീർക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം.
പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും കൂടി ഒന്ന് നടത്തി വിടുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 13 വോൾട്ട് വരെ നമുക്ക് കാണിക്കുന്നുണ്ട് വോൾട്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഓക്കെയാണ് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ ഹാൻഡിൽ കവറിൻ്റെ ഈ ഭാഗത്ത് സ്ക്രൂ ഇവിടുത്തെ പൊട്ടിപ്പോയിട്ട് സെപ്പറേറ്റ് ഒരു വാഷൊക്കെ ഇട്ടിട്ടാണ് പിടിപ്പിച്ചാണ് കേട്ടോ. ഈ ഫൈബർ കവറോട് പൊട്ടിയിരിക്കണ കാരണം സെപ്പറേറ്റ് ഒരു ക്ലാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ബലപ്പെടുത്തി തീർക്കാൻ കേട്ടോ. ചെറുതായിട്ട് പൊട്ടിയിരിക്കേണ്ട, വേറെ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അതൊന്ന് ഇപ്പം ചെയ്തു എന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കിടക്കണ പുതിയ പ്ലഗ്ഗാണ്, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എയർ ഫിൽറ്ററും പ്ലഗും പുതിയതാണ്, എയർ ഫിൽറ്ററും പ്ലഗ് കൂടി ഒരുമിച്ച് മാറ്റിയതായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന ടൈമുണ്ട്, ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തേക്ക് നടത്തി വിടുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടാണ് മാർക്ക്. പിന്നെ നിലവിൽ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം എൻ്റെ അവസ്ഥ അതാണ്, അവിടെ ഇവിടെ ആയിട്ട് ലീക്ക് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പെട്രോൾ ലീക്കിൻ്റെതായിട്ടുള്ള ചെറിയൊരു ലക്ഷണം കാണുന്നുണ്ട്. അപ്പോൾ ഈ ചോക്കിൻ്റെ ആക്സിലേറ്റർ കേബിളൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ, അതേപോലെ ഓപ്പണായിട്ട് വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാഷിങ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കാർബറേറ്റർ കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞെന്നുള്ളൂ. കാരണം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ വേറെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റോ ഓവർഫ്ലോ മിസ്സിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജോബുകളിൽ പറഞ്ഞിട്ടുമില്ല, നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുമില്ല കേട്ടോ. സാധാരണ നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരില്ല, അത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ നോക്കിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. റിപ്ലൈ കിട്ടിയാലും നിങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇടാൻ നോക്കാം. ഇനി അതല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ.